അടുത്തത് ഹൈബ്രിഡ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ടെക്നിക്സ് ആണ്. അതിലാദ്യം ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം. നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ ന്യൂറൽ നെറ്റ്വർക്ക് പ്ലസ് ഫസി, അതാണ് ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം. ദ ന്യൂറോ ഫസി ഹൈബ്രിഡൈസേഷൻ ഈസ് വൈഡ്ലി ടേംഡ് ആസ് ഫസി ന്യൂറൽ നെറ്റ്വർക്ക് FNN or ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം. It is a learning mechanism that utilizes the training and learning algorithms from neural networks to find parameters of a fuzzy system. ഇപ്പോൾ ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് ഫസി സിസ്റ്റത്തിന് ആവശ്യമായ പാരാമീറ്റേഴ്സ് ഫൈൻഡ് ചെയ്യും. It can also be defined as a fuzzy system that determines its parameters by processing data samples by using learning algorithm derived from or inspired by neural network theory. Alternatively, it is a hybrid intelligence system that fuses ANN and fuzzy logic by combining the learning and structure of neural network with human-like reasoning style of fuzzy system. അതായത് മെയിനായിട്ട് ഉള്ളത് ന്യൂറൽ നെറ്റ്വർക്ക് പ്ലസ് ഫസി, അതാണ് ന്യൂറോ ഫസി ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം. The human-like reasoning style of a fuzzy system is incorporated by NFS through the use of fuzzy sets, and a linguistic model consists of a set of if-then fuzzy rules. അപ്പോൾ ഫസി സെറ്റ് ഉണ്ട്, ഫസി റൂൾസ് ഉണ്ട്, പിന്നെ ന്യൂറൽ നെറ്റ്വർക്കും ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ ന്യൂറോ ഫസി സിസ്റ്റം. സ്ട്രെങ്ത് ഓഫ് NFS ഇൻവോൾവ്സ് ഇന്റർപ്രറ്റബിലിറ്റി വേഴ്സസ് ആക്യുറസി. അപ്പോൾ ഒരു ചെറിയ കമ്പാരിസൺ ഫസി സിസ്റ്റം വിത്ത് ന്യൂറൽ നെറ്റ്വർക്ക്. ന്യൂറൽ പ്രോസസ്സിങ്ങിനും ഫസി പ്രോസസ്സിങ്ങിനും മാത്തമാറ്റിക്കൽ മോഡൽ നോട്ട് നെസസറി. ന്യൂറൽ പ്രോസസ്സിങ്ങിൽ ലേണിംഗ് ക്യാൻ ബി ഡൺ. ഫസി പ്രോസസ്സിംഗ് എ പ്രിയറി നോളജ് ഈസ് നീഡഡ്. ന്യൂറൽ പ്രോസസ്സിങ്ങിന്റെ കേസിൽ there are several learning algorithms, but in fuzzy there is no learning. ന്യൂറൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോക്സ് ബിഹേവിയർ ആണ്, ബട്ട് ഫസി പ്രോസസ്സിംഗ് സിമ്പിൾ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം എന്ന് നോക്കാം. എ ഫസി സിസ്റ്റം ബേസ്ഡ് ഓൺ NFS ഈസ് ട്രെയിൻഡ് ബൈ മീൻസ് ഓഫ് എ ഡാറ്റ ഡ്രിവൺ ലേണിംഗ് മെത്തേഡ് ഡിറൈവ്ഡ് ഫ്രം ന്യൂറൽ നെറ്റ്വർക്ക് തിയറി. ന്യൂറൽ നെറ്റ്വർക്ക് തിയറിയാണ് ഫസി ഈ സിസ്റ്റത്തിന്റെ ഡാറ്റയായിട്ട് പ്രവർത്തിക്കുന്നത്. അറ്റ് എനി സ്റ്റേജ് ഓഫ് ലേണിംഗ് പ്രോസസ് ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എ സെറ്റ് ഓഫ് ഫസി റൂൾ. ഏത് സ്റ്റേജിലും ഒരു സെറ്റ് ഓഫ് ഫസി റൂൾ വെച്ച് ഇതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. For ensuring the semantic properties of a underlying fuzzy system, the learning procedure is constrained. An NFS approximate an n-dimensional unknown function partially represented by training examples. Fuzzy rules can be interpreted as vague prototypes of the training data. So, fuzzy rules plus neural network രണ്ടിൻ്റെയും പ്രോപ്പർട്ടീസ് കൂടി ചേർന്നിട്ടാണ് ന്യൂറോ ഫസി ഹൈബ്രിഡ്സ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ആർക്കിടെക്ചർ പോലെ തന്നെ ഇൻപുട്ട്സ്, കുറേ ലെയേഴ്സ്, ഔട്ട്പുട്ട്സ്. അപ്പോൾ an NFS is given by a 3-layer feed-forward neural network model. First layer corresponds to the input variables, second and third layer corresponds to the fuzzy rules and output variables respectively. The fuzzy sets are converted to connection weights. So, there are two types of ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം. ഫസ്റ്റ് വൺ കോപ്പറേറ്റീവ് NFS, second one is general ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റംസ്. Cooperative neural fuzzy systems, both ANN and fuzzy system work independently from each other. ഇവിടെ ANN fuzzy system independent ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. The ANN attempts to learn the parameters from fuzzy system. 4 different kinds of cooperative fuzzy systems are there. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ട്രെയിനിങ് ഡേറ്റ, ന്യൂറൽ നെറ്റ്വർക്ക്, ഫസി സിസ്റ്റം. അപ്പോൾ ഫസി റൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഫസി സെറ്റ് വരുന്നു, അതിനനുസരിച്ച് ഫസി സിസ്റ്റം വർക്ക് ചെയ്യുന്നു. അതാണ് ടൈപ്പ് 1. ഫിഗറിലേക്ക് നോക്കുക. സോ ദ FNN ലേൺസ് ഫസി സെറ്റ് ഫ്രം ദ ഗിവൺ ട്രെയിനിങ് ഡേറ്റ. ഗിവൺ ട്രെയിനിങ് ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദിസ് ഈസ് ഡൺ യൂഷ്വലി ബൈ ഫിറ്റിംഗ് മെമ്പർഷിപ്പ് ഫംഗ്ഷൻ വിത്ത് എ ന്യൂറൽ നെറ്റ്വർക്ക്. The fuzzy set then being determined offline. Then fuzzy set offline ആയിട്ട് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവും. This is followed by their utilization to form a fuzzy system by fuzzy rules that are given and not learned. Fuzzy rules കൊടുത്തിരിക്കുന്നതാണ്, ലേൺ ചെയ്യുന്നത് അല്ല. ടൈപ്പ് 2 ഫസി സെറ്റ്സ് ആണ്, ഇവിടെ ഫസി റൂൾസ് ഉണ്ട്. സോ ട്രെയിനിങ് ഡേറ്റ ഉണ്ട്, ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ട്, ഫസി സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് NFS ഡിറ്റർമൈൻസ് ബൈ എ ന്യൂറൽ നെറ്റ്വർക്ക് ദ ഫസി റൂൾസ് ഫ്രം ദ training data.
The neural networks learn offline before the fuzzy system is initialized. Fuzzy system initialized ചെയ്യുന്നതിന് മുമ്പ് തന്നെ ന്യൂറൽ നെറ്റ്വർക്ക് ഓഫ്ലൈനായിട്ട് ലേൺ ചെയ്തിട്ടുണ്ടാവും. ടൈപ്പ് 3. ടൈപ്പ് 3-ലെ നെറ്റ്വർക്ക് ഫസി സിസ്റ്റം, അതുകൂടാതെ എറർ കമ്പ്യൂട്ടിംഗ് മോഡ്യൂളും കൂടി ഉണ്ട്. But the parameters of membership functions are learned online while the fuzzy system is applied. Initially, fuzzy rules and membership functions must be defined beforehand. In order to improve and guide the learning step, the error computing module generated. So, this error computing module computes the error. ആ എററിനനുസരിച്ച് ഇൻപുട്ടിൽ മാറ്റം വരുത്തിയിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് പിന്നീട് കിട്ടുക. In type 4, here rule weights are there. Fuzzy system is there. Error computing module also there. So in this model determines the rule weights for all fuzzy rules. So the rule weights കണ്ടുപിടിക്കും. A rule is determined by its rule weight. Here rule determine ചെയ്യുന്ന rule weight വെച്ചിട്ടാണ്. Then they are multiplied with the rule output. Error computing module also here in type 4. അടുത്തതായിട്ടാണ് ജനറൽ ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം, ജനറൽ NFHS. The general NFHS resemble neural networks where a fuzzy system is interpreted as a neural network of special kind. The architecture gives it an advantage because there is no communication between fuzzy system and neural network. മറ്റേ രണ്ടായിട്ടായിരുന്നു ന്യൂറൽ നെറ്റ്വർക്കും ഫസി. ഇവിടെ പ്രത്യേകിച്ചൊരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യം വരുന്നില്ല ജനറൽ ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റത്തിൽ. സോ ഹിയർ ന്യൂറൽ നെറ്റ്വർക്ക് മോഡ്യൂൾ ഈസ് ദെയർ. അതിൻ്റെ അകത്ത് തന്നെ ഹീപ് ദെൻ റൂൾസ്, ദെൻ കമ്പ്യൂട്ടിംഗ് എറർ കമ്പ്യൂട്ടിംഗ് മോഡ്യൂളും ഉണ്ട്. ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളും ഉണ്ട്. So membership functions expressing the linguistic terms of the inference rules should be formulated for building a fuzzy controller. In fuzzy systems, no formal approach existing to define these functions. For fuzzy systems, the optimization of these functions in terms of generalizing the data is very important. This problem can be solved by using neural networks. So, using learning rules, the neural network must optimize the parameters by fixing a distinct shape of the membership function. Membership function shape define ചെയ്യും. Regardless of the shape of membership functions, training data should also be available. Training data available ആയിരിക്കണം. In neurofuzzy hybrid system, the training data is grouped into several clusters. Each cluster is designed to represent a particular rule. These rules are defined by the crisp data points and not defined linguistically. In this case, the neural network might be applied to train the defined clusters. The testing can be carried out by presenting a random testing sample to the trained neural network. Each and every output unit will return a degree which extends to fit to the antecedent of rule. അപ്പോൾ ഇവിടെ ഫസി റൂൾ ഇതിൻ്റെ ഇൻസൈഡ് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ക്ലസ്റ്ററും ഗ്രൂപ്പിങ്ങും ഒക്കെ